സംസ്കൃത സർവകലാശാലയുടെ ഭൂമി സ്വകാര്യ സ്റ്റേഡിയത്തിന് നൽകാൻ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം. 100 കോടി രൂപ വില മതിപ്പുള്ള 10 ഏക്കർ ഭൂമി കേരള ക്രിക്കറ്റ് അസോസിയേഷന് സ്റ്റേഡിയം നിർമ്മിക്കാൻ സൗജന്യമായി വിട്ടു നൽകാനാണ് തീരുമാനം. കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ ഭൂമി സ്വകാര്യ ഏജൻസിക്ക് വിട്ടു നൽകണമെന്ന സംസ്ഥാന സ്പോർട്സ് വകുപ്പിന്റെ നിർദ്ദേശം കേരള കാലിക്കറ്റ് സിൻഡിക്കേറ്റുകൾ തള്ളിയിരുന്നു. കാലടി സംസ്കൃത സർവകലാശാലയുടെ 100 കോടി രൂപ വിലമതിപ്പുള്ള 10 ഏക്കർ ഭൂമി കേരള ക്രിക്കറ്റ് അസോസിയേഷന് സ്റ്റേഡിയം നിർമ്മിക്കാൻ സൗജന്യമായി വിട്ടുനൽകാൻ സംസ്കൃത സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. 33 വർഷത്തെ പാട്ടവ്യവസ്ഥയിലാണ് ഭൂമി വിട്ടുകൊടുക്കുന്നത്. 1995-ൽ സംസ്ഥാന സർക്കാർ സർവകലാശാലയ്ക്ക് പതിച്ചു നൽകിയ ഭൂമിയാണ് സിൻഡിക്കേറ്റിലെ CPM അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ വിട്ടുകൊടുക്കുന്നത്. കേരള സർവകലാശാലയുടെ 10 ഏക്കർ ഭൂമി സയൻസ് പാർക്ക് നിർമ്മാണത്തിന് വിട്ടുകൊടുക്കണമെന്ന സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ നിർദ്ദേശവും കാലിക്കറ്റ് സർവകലാശാലയുടെ 40 ഏക്കർ ഭൂമി സ്റ്റേഡിയം പണിയുന്നതിന് സ്വകാര്യ ഏജൻസിക്ക് വിട്ടു നൽകണമെന്ന സംസ്ഥാന സ്പോർട്സ് വകുപ്പിന്റെ നിർദ്ദേശവും കേരള കാലിക്കറ്റ് സിൻഡിക്കേറ്റുകൾ മുൻപ് തള്ളിയതാണ്. എന്നാൽ സംസ്കൃത സർവകലാശാല സ്വമേധയാ 10 ഏക്കർ ഭൂമി ഒരു സ്വകാര്യ ഏജൻസിയായ കേരള ക്രിക്കറ്റ് അസോസിയേഷന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. KCIക്ക് സമാനമായ കേരള ഹോക്കി അസോസിയേഷൻ 5 ഏക്കർ ഭൂമി ആവശ്യപ്പെട്ടത് കേരള സർവകലാശാല തള്ളിയിരുന്നു. സർവകലാശാലയുടെ വികസനത്തിന് ആവശ്യമായ സ്ഥലം സർക്കാർ അനുമതി കൂടാതെ സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാനുള്ള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം തടയണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി. ജനം, തിരുവനന്തപുരം.